നമ്മൾ ആക്ച്വലി ഗൗരി ഒരു ആക്ട്രസ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഡിജിറ്റൽ ആ ഒരു ഏജ് വന്നപ്പോഴത്തേക്കും സോഷ്യൽ മീഡിയ ഏജ് വന്നപ്പം ഈ ആൾക്കാരുടെ ഇഷ്ടമെല്ലാം ഫോളോയിങ് ആയി മാറി. അങ്ങനെ ഒത്തിരി ഫോളോവേഴ്സൊക്കെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ആക്ടിങ് അല്ലാതെ തന്നെ ഹോം മെയ്ഡ് അങ്ങനത്തെ കുറേ ഹെയർ കെയർ, ഹോം മെയ്ഡ് ഹാക്സ്, ബ്യൂട്ടി കെയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ സാധനങ്ങളൊക്കെ വൈറലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഹോം മെയ്ഡ് സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത് എവിടെ നിന്നാണ് ഈ ഇങ്ങനത്തെ കുറേ ഇത് കാരണം നമുക്കത് ഭയങ്കര പാടല്ലേ ഇങ്ങനെ ഹോം കെയർ പോലത്തെ. ഇപ്പം ഈ അടുത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടിട്ടുള്ളതിൽ ഈ കൊറിയൻ സ്കിൻ കെയർ ഒക്കെ എങ്ങനെ ഹോം കെയറിൽ ചെയ്യാന്നൊക്കെ ഉള്ള രീതിയിലുള്ള സംഭവം അങ്ങനത്തെ കുറേ സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എവിടെ നിന്നാണ് ഈ ഐഡിയാസ് അതായത് കിട്ടുന്നത്? അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ട്രൈ ഔട്ട് ചെയ്തിട്ട് അങ്ങനെയാണോ ഇത് ഒരിക്കൽ ചെയ്ത് നോക്കിയിട്ടാണോ പറയുന്നത്? എങ്ങനെയാണ് അതിൻ്റെ സംഭവം വരുന്നത്? അതിലിട്ടത് മിക്കതും എനിക്ക് കൊച്ചിലെ മുതലേ എനിക്ക് സ്കിൻ കെയർ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. പിന്നെ എനിക്ക് പൊതുവേ ഈ ആയുർവേദ സാധനങ്ങളോട് കുറച്ചൊരു താല്പര്യം കൂടുതലാണ്. ലൈക്ക് ഓയിൽസ്. ഞാൻ സ്കിൻ കെയറിൽ ഇപ്പം ക്രീംസൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയതൊരു ഞാൻ സ്വന്തമായിട്ട് ഇപ്പം സ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജിലേക്ക് എത്തുന്ന സമയത്തല്ലേ നമ്മൾ ക്രീംസൊക്കെ. അതിന് മുമ്പ് വരെയും ഫുള്ള് നാൽപ്പാമരത്തി എണ്ണ, കുറേ ഓയിൽസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ്. അപ്പം അതുകൊണ്ട് എനിക്കറിയാം അതിൻ്റെ റിസൾട്ടുകൾ. പിന്നെ പയറുപൊടി, ഇതൊക്കെ ഞാൻ കൊച്ചിലെ മുതലേ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് സ്കിൻ കെയറിന്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താ? പക്ഷേ ആ ഒരു റിസൾട്ട് എനിക്ക് ഒരിക്കലും ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട്സ് ആണ്. അതൊരിക്കലും ക്രീം ഉപയോഗിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇറ്റ് ടേക്സ് ടൈം. അതിന് അതിൻ്റേതായ സമയം. ബ്യൂട്ടി പ്രോഡക്ട്സിന് ഡെഫിനറ്റ്ലി ഓവർനൈറ്റ് നമുക്കൊന്നും